ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാട് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ? ഒരു സ്ത്രീ വിഷയത്തിലാവട്ടെ, അഴിമതി വിഷയത്തിലാകട്ടെ, ഇത്ര ക്ലാരിറ്റിയോടുകൂടി വേറെ ആർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്? BJPക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ CPMന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം നിങ്ങൾ ഇതുകൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഈ വിഷയത്തിൽ ചോദിച്ചാലും ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. ഈ പണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ ഒരു പരാതിക്കാരി വന്നായിരുന്നു. പരാതിക്കാരിയുടെ പേര് നീതു ജോൺസൺ എന്നായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ നീതു ജോൺസൺ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് കേരളത്തിലെ പത്രമാധ്യമങ്ങളോടാണ് ചോദിക്കാനുള്ളത്. നീതു ജോൺസനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ തന്നെ ഈ തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായിരുന്നു. അവർ പറഞ്ഞു അത് UDF ആണെന്ന് പറഞ്ഞു. നിങ്ങൾ അതുണ്ടാക്കിയ ആളെ ഇതേവരെ പിടികൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാർട്ടി ഈ പരാതി DGPക്ക് കൈമാറി. DGP എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്താലും ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന മെഷീനില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായ കോടതി മുറികളില്ല, ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്നവരാണ്. ആ ഭരണഘടനയും ജനാധിപത്യവും നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. അല്ല, രാഹുൽ രാജിവെക്കണോ ഇല്ലയോ എന്നുള്ള അതിപ്പോൾ കോടതിയുടെ ഒരു വിധി വരാൻ നിൽക്കുന്ന കോടതിയുടെ പരിഗണനയിലൊരു വിഷയം. അത് പിന്നെ രാഹുലിന് ഇപ്പോൾ ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കിയിരിക്കുന്ന, ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും മാറ്റിയിരിക്കുന്ന ഒരു MLA അയാൾ രാജിവെക്കണമെന്ന് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരു നിലപാട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ഘട്ടം വേണം. ഈ ഒരു ഘട്ടം വരേക്കും എടുക്കാൻ പറ്റുന്ന എല്ലാ നിലപാടുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ വിഷയം കൊണ്ടൊക്കെ ഇതിങ്ങളെ കൂട്ടിച്ചേർത്തേക്കാം. ഈ വിഷയം കൊണ്ടൊക്കെ സ്വർണ്ണക്കൊള്ള അങ്ങ് മറയ്ക്കാമെന്ന് ഏതെങ്കിലും അമ്പലം വിഴുങ്ങികൾ തീരുമാനിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച്, ശബരിമല അയ്യപ്പൻ്റെ ഇത് കേൾക്കാനാണ് ഈ കേരളത്തിലെ പത്രക്കാരും ഇപ്പോൾ ചില പത്രക്കാർ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, ചില പത്രക്കാർക്കും താല്പര്യമില്ല. കാരണം എന്താ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട അമ്പലം വിഴുങ്ങികൾ കേരളം ഭരിക്കുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട അമ്പലക്കള്ളന്മാരായ 2 CPMകാർ ജയിലിൽ കിടന്നിട്ട് അവരെ ഇതുവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. കേരളത്തിലെ സർക്കാർ ഇതുവരെ അല്ലെങ്കിൽ CPM പാർട്ടി ഇതുവരെ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ കൊണ്ടൊക്കെ ആ അമ്പലക്കൊള്ള കേസങ്ങ് മറക്കാമെന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. അമ്പലക്കൊള്ളക്കാരോട് കടക്ക് പുറത്ത് എന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പുറത്താക്കിയിട്ടേ ഞങ്ങൾ അടങ്ങൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണം.